ഒരു മിന്നൽ ഇവിടെ അടിക്കാൻ പോവാണ്. അത് ഭൂലോകത്ത് മൊത്തം കൂടാണ് അടിക്കാൻ പോകുന്നത്. ഞാനൊരു വാക്യോട് വായിപ്പിച്ചായിരുന്നല്ലോ, ഞാൻ അതോടൊന്ന് പറഞ്ഞോട്ടെ. ആമീൻ. അത് പറഞ്ഞിട്ട് അടുത്ത കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് കേട്ടപ്പോ ശിഷ്യന്മാർ ചോദിച്ചൊരു ചോദ്യം, ലൂക്കോസ് 17:37. അവർ അവനോട്, കർത്താവേ എവിടെയെന്ന് ചോദിച്ചതിന് ശവമുള്ളിടത്ത് കഴുക്കൽ കൂടുമെന്ന് അവൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞിട്ട് വിവരിക്കാം. ഇത് തന്നെ മത്തായി സുവിശേഷം എഴുതിയിട്ടുണ്ട് 24. സമയമില്ലാത്തത് വായിപ്പിക്കുന്നില്ല. അത് ഇത് തന്നെയാണ്. ശവമുള്ളിടത്ത് കഴുക്കൽ കൂടി. എങ്ങനെ ഇതിനകത്ത് രക്ഷപ്പെടും? ഈ മിന്നൽ ഉദിക്കുന്ന സമയത്ത് സഭ പോകുന്ന വീട്ടിൽ പോകാൻ എങ്ങനെ കഴിയും? ശവമുള്ളിടത്ത് കഴിയും. കർത്താവിന്റെ ഭാഷ ആത്മാവിൽ പഠിക്കണം. പഠിക്കുക. പഠിച്ചവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അല്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സമർപ്പിക്കാം. ശവമുള്ളിടത്ത് കഴുക്കൽ കൂടും. ഞാൻ കഴുകന്റെ പുറകെ പോയി. ഇത് വായിച്ച് പഠിക്കണമല്ലോ. കഴുകന്റെ പുറകെ പോയപ്പം പക്ഷിശാസ്ത്രം പഠിക്കേണ്ടി വന്നു, പക്ഷികളെ കുറിച്ച് പഠിക്കേണ്ടി വന്നു, കഴുകനെ കുറിച്ച് പഠിക്കേണ്ടി വന്നു. കേൾക്കണേ, പെട്ടെന്ന് പറയാം. ഒരു കഴുകനെ ഒരു ശാസ്ത്രജ്ഞൻ ഒരു കുറ്റിയിലെ തൊടലുകൊണ്ട് അതിന്റെ കാലിനെ കെട്ടിയിട്ടു. എന്നിട്ട് അതിന് കണ്ണെത്താവുന്ന ദൂരത്തിൽ എന്തോ ഒരു മൃതശരീരം, മനുഷ്യന്റെ അല്ല കേട്ടോ, എന്തോ ഒന്നിന്റെ ശവശരീരം കൊണ്ടുവന്ന് മുമ്പിലിട്ടു. ഇതിന് കുറച്ച് ദിവസത്തേക്ക് വെള്ളവും കൊടുത്തിട്ടില്ല, ആഹാരവും കൊടുത്തിട്ടില്ല. കാലയിൽ ഒരു ചെറിയ ഇരുമ്പ് ചെയിൻ കൊണ്ട് അതിനെ തളച്ച് ഒരു കുറ്റിയിൽ കെട്ടിയിട്ടിരിക്കുക. മുമ്പിൽ ഒരു ശവം കിടക്കുക. ഈ കഴുകൻ എത്തിക്കൊത്ത് കാണാം ആ ശവം തിന്നാൻ വേണ്ടി. വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഒരു കാരണവശാലും എത്തുന്നില്ല എന്ന് കണ്ടപ്പോ ആ തൊടല് കൊത്തിപ്പൊട്ടിക്കാൻ നോക്കി. അത് ഇരുമ്പ് തൊടലായതുകൊണ്ട് അത് കുത്തിപ്പൊട്ടിക്കാൻ കഴിയത്തില്ല. കുറെ പരിശ്രമിച്ചു കഴിഞ്ഞ ആ ശ്രമം വിട്ടു. അടുത്തത് കേൾക്കണം. അതിന്റെ കാല് കൊത്താൻ തുടങ്ങി, കാല് കൊത്തിപ്പൊട്ടിക്കാൻ തുടങ്ങി, കാല് കൊത്തി മുറിക്കാൻ തുടങ്ങി ആ ശവത്തെ പിടിക്കാൻ വേണ്ടി. വിശപ്പ് കൊണ്ട് സ്വന്തം മാംസം തിന്നുന്ന കാര്യം വരെ എഴുതിയിരിക്കുന്ന പുസ്തകമായി ബൈബിള്. ഈ ബൈബിളിൽ പറയുന്നത് സത്യമാണ് വിശ്വസിക്കുന്നത് പോലെയാണ് ഞാൻ. അപ്പോൾ ഇത്രയും പഠിച്ചാൽ മതി. അറിയുന്ന ഒരു കഴുകന് ശവത്തോടുള്ള അത്യാർത്തി എത്ര വലുതാണ്. കർത്താവേ, എപ്പോൾ എങ്ങനെ ഞങ്ങൾ രക്ഷപ്പെടുമെന്ന് ചോദിച്ചപ്പോൾ പറയാണ്,